ഹലോ ഗൈസ്, ദ ബ്യൂട്ടി ഓഫ് ടെസ്റ്റ് ക്രിക്കറ്റ് അറ്റ് ഇറ്റ്സ് പീക്ക്. 4-ാം ടെസ്റ്റിൽ 4-ാം ദിവസം 4-ാം ഇന്നിങ്സിന് ഇറങ്ങിയ ഇന്ത്യ 311 റൺസാണ് ട്രെയിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഒരു റൺസ് കൂട്ടിച്ചേർക്കുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയുടെ 2 വിക്കറ്റ് നഷ്ടപ്പെട്ടിരുന്നു. പിന്നീട് KL രാഹുലും ക്യാപ്റ്റൻ ശുഭങ്കിലും കൂടി മികച്ച രീതിയിൽ പോരാടി 4-ാം ദിവസം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യക്ക് ഒരു റെസ്പെക്റ്റബിൾ പൊസിഷനിൽ എത്തിച്ചു കൊടുക്കുന്നു. പക്ഷേ 5-ാമത്തെ ദിവസം കാര്യങ്ങൾ ഡിഫറൻ്റ് ആയിരുന്നു. തുടക്കത്തിൽ തന്നെ KL രാഹുലിന്റെ വിക്കറ്റ് നഷ്ടപ്പെടുന്നു. അധികം വൈകാതെ തന്നെ ക്യാപ്റ്റൻ ശുഭങ്കിലിനെ നഷ്ടപ്പെടുന്നു. പിന്നീട് വാഷിംഗ്ടൺ സുന്ദറും രവീന്ദ്ര ജഡേജയും കൂടി നടത്തിയ ഒരു മികച്ച ചെറുത്തുനിൽപ്പ് ഇന്ത്യയിലെ ഇന്നിങ്സ് പരാജയത്തിലോട്ട് തള്ളിവിട്ട് സീരീസ് സ്വന്തമാക്കാമെന്നുള്ള ഇംഗ്ലണ്ട് മോഹങ്ങളുടെ മുകളിൽ താണ്ഡവ നൃത്തമാടുകയായിരുന്നു സർ രവീന്ദ്ര ജഡേജയും വാഷിംഗ്ടൺ സുന്ദറും. അവസാനം 15 ഓവർ ശേഷിക്കെ ഇങ്ങോട്ട് വന്ന് ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സ് കൈതന്ന് നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കാന്ന് പറഞ്ഞപ്പോൾ വേണ്ട, നമുക്ക് കുറച്ചും കൂടി കളിക്കണം, ഞങ്ങളുടെ മൈൽ സ്റ്റോൺ കംപ്ലീറ്റ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് 2 ബാറ്റ്സ്മാൻമാരും അവരുടെ സെഞ്ചുറി പൂർത്തിയാക്കിയതിന്റെ ശേഷമാണ് ബെൻ സ്റ്റോക്കിന് കൈകൊടുത്ത് മത്സരം സമനിലയിലാക്കിയത്. ഇതാണ് പോരാട്ട വീര്യം, ഇതാണ് ഇന്ത്യൻ ടീം, ഇതാണ് ബ്യൂട്ടി ഓഫ് ടെസ്റ്റ് ക്രിക്കറ്റ്. നമുക്ക് ഒരു സെഷൻ അല്ലെങ്കിൽ ഒരു 10 സെഷൻ നമ്മൾ നഷ്ടപ്പെട്ടെങ്കിലും 11ഉം 12ഉം തിരിച്ചെടുത്ത് മാച്ചിലോട്ട് തിരിച്ചു വരാൻ പറ്റും എന്നുള്ള ബ്യൂട്ടി ഓഫ് ക്രിക്കറ്റ്. ദാറ്റ്സ് ടെസ്റ്റ് ക്രിക്കറ്റ്. ഹാറ്റ്സ് ഓഫ് ദി ഇന്ത്യൻ ടീം, യു ഹാവ് ഡൺ എ കമൻഡബിൾ ജോബ്. ഇനി പോരാട്ടം 5-ാം ടെസ്റ്റിൽ ഓവൽ ടെസ്റ്റ് സ്റ്റാർട്ടിംഗ് ഓൺ July 31st. സീരീസ് 2-1 നമ്മൾ ആ മാച്ച് ജയിച്ച് 2-2 ഡ്രോയാക്കി അഭിമാനത്തോടുകൂടെ ഇംഗ്ലണ്ടിൽ നിന്ന് മടങ്ങാൻ സാധിക്കട്ടെ.